വീണ്ടും ആനയെ തള്ളിക്കയറ്റുകയാണ്. ഇവിടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആർപ്പ് വിളിക്കുന്നുണ്ട്. ആന എന്തായാലും ക്രോളിലേക്ക് എത്തിയിരിക്കുന്നു. ലോറിയിലേക്ക് ആന കയറിയിരിക്കുന്നു. എന്താണ് കുങ്കിയാനകളുടെ ദൗത്യമെന്ന് ഇവിടെ കൂടെ നിന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ എന്തായാലും വ്യക്തമായിട്ടുണ്ടാകും. കുങ്കിയാന ഏതാണ്ട് ലോറിയിലേക്ക് കാലെടുത്തു വെച്ചാണ് ഈ കാട്ടാനയെ സുരേന്ദ്രൻ ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നത്. മറ്റേ ഒപ്പമുള്ള കുങ്കിയാന അത് സൂര്യയാണോ വിക്രമാണോ എന്ന് എനിക്ക് ഇവിടെ നിന്ന് വ്യക്തമല്ല. ആന മാറിയിരിക്കുന്നു. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോഴും ദൗത്യത്തിലാണ്. കാട്ടാന പൂർണ്ണമായും ക്രോളിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ സുരേന്ദ്രൻ മാറിയിട്ടില്ല. പിന്നിൽ നിന്ന് ഇപ്പോഴും തള്ളി ആനയെ കൃത്യമായി ആ ക്രോളിൽ നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുറത്തിരിക്കുന്ന പാപ്പാന്റെ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആന വ്യക്തമല്ല. അവിടെ ഒരു JCBയുടെ മറവുണ്ട്. JCB രണ്ടു വശത്തും നിർത്തിയിട്ടുണ്ട്. അതൊരു സുരക്ഷയ്ക്ക് കൂടെ നിർത്തിയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ആന ഇപ്പോൾ കാട്ടാന ക്രോളിൽ എത്തിയിരിക്കുന്നു. പുറകിൽ സുരേന്ദ്രനുണ്ട്. വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കാട്ടാനയെ കോന്നി സുരേന്ദ്രൻ കുങ്കിയാന സുരേന്ദ്രൻ ലോറിക്കകത്തേക്ക് തള്ളി കയറ്റിയിരിക്കുന്നത്. എന്തായാലും ആ ദൗത്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും ക്രോളിൽ ആന എത്തിയിട്ടുണ്ട്. പക്ഷേ കുങ്കിയാന മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു. വടം ഉപയോഗിച്ച് കാട്ടാനയെ ഈ ക്രോളിൽ ബന്ധിക്കുന്നത് വരെ സുരേന്ദ്രൻ അവിടെ തുടരും. ആന തിരിച്ചിറങ്ങാതിരിക്കാൻ ഇത് അടയ്ക്കേണ്ടതുണ്ട്. ഈ യൂക്കാലി മരം കൊണ്ട് നിർമ്മിച്ച കൂടാണ് ഈ ക്രോൾ എന്ന് പറയുന്നത്. അത് വശങ്ങളൊക്കെ നേരത്തെ ഉറപ്പിച്ചതാണ്. ഇനി പുറകിൽ ആ വാതില് പോലെ അത് വെച്ച് അടയ്ക്കേണ്ടതുണ്ട്. ഈ മരത്തടി വെച്ച് ക്രോൾ അടയ്ക്കേണ്ടതുണ്ട്. ആ കാര്യമായിരിക്കും ഇനി നടക്കുക. അതുവരെ കുങ്കിയാന അവിടെ നിന്ന് മാറുകയില്ല. അത് ഒരു സുരേന്ദ്രൻ അവിടെ നിന്ന് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് അടച്ചു. ബാക്കിൽ ക്രോൾ ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയ ആരാധകരുള്ള കുങ്കിയാനകളാണ് കോന്നി സുരേന്ദ്രൻ, വിക്രം ഉൾപ്പെടെ വലിയ ആരാധകരുള്ളതാണ്. പ്രത്യേകിച്ച് കോന്നി സുരേന്ദ്രന് വലിയ പരിചയസമ്പന്നനാണ്. അരിക്കൊമ്പൻ ദൗത്യത്തിലൊക്കെ ആ പേര് നമ്മുടെ പൊതുസമൂഹമാകെ ചർച്ച ചെയ്തതുമാണ്. അന്ന് ഈ ആനയുടെ പാപ്പാൻ വൈശാഖിനെ ഉൾപ്പെടെ അത് വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടതുമാണ്. ഇപ്പോൾ ഈ ദൗത്യത്തിലും കുങ്കിയാനകൾ വലിയ സഹായകരമായി മാറി. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ദൗത്യം പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയോ? രതീഷ്, എന്തായാലും ആന ലോറിയിൽ കയറിയിരിക്കുന്നു. ക്രോൾ പിന്നിൽ നിന്ന് അടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അല്പം ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ കുങ്കിയാനകൾ പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും. ആനയെ ക്രോളിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. കാട്ടാന ഈ നമ്മുടെ തണ്ണീർ കൊമ്പൻ ഇപ്പോൾ എലഫന്റ് ആംബുലൻസിലെ ക്രോളിൽ ബന്ധനസ്ഥനായിരിക്കുന്നു. ആ ദൃശ്യം ആനയുടെ തല നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആനയുടെ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമായി കാണാം. ക്രോളിനകത്ത് ആനയെ ബന്ധിച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. കുങ്കിയാനകൾ അത് പുറകോട്ട് മാറുന്നു. സുരേന്ദ്രനും ഒപ്പമുള്ളത് പിന്നോട്ട് മാറി. വിക്രമും സൂര്യയും പിറകോട്ട് മാറി ആനയെ ആംബുലൻസിനുള്ളിലേക്ക്, എലിഫന്റ് ആംബുലൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോഹനത്തിനുള്ളിലേക്ക്, ആ ലോറിയിലേക്ക് കയറ്റുകയാണ്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങളാണ് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നു. മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. തണ്ണീർ എന്ന പേരാണ് ഈ ആനയ്ക്ക്. പൊതുവിൽ ശാന്തനാണ്. ഹാസനിലെ കൃഷിയിടങ്ങളിലും മറ്റും ഇറങ്ങുമായിരുന്നു പതിവായി. നിരവധി ആനകളുള്ള മേഖലയാണ് ഹാസൻ. അവിടെ കൃഷിയിടങ്ങളിൽ കർഷകരെയും മറ്റും ആക്രമിക്കുന്ന നിരവധി ആനകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം ദൗത്യങ്ങൾ പതിവാണ്. അവിടുത്തെ കൃഷിയിടങ്ങളിൽ നിരന്തരമായി ആന ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അപകടകാരികളായ ആനകളെ, അപകടകരമായ ആക്രമണത്തിന് മുതിരുന്ന ആനകളെയൊക്കെ അവിടെ നിന്ന് മാറ്റാറുണ്ടായിരുന്നു. പക്ഷേ തണ്ണീർ അങ്ങനെ വലിയ ആക്രമണങ്ങൾക്ക് പേരുകേട്ട ആനയല്ല. കർണാടകത്തിൻ്റെ വനംവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിലും ഏതെങ്കിലും മനുഷ്യരെ ജീവനെടുത്ത ആനയാണ് എന്ന റിപ്പോർട്ടില്ല. അതേസമയം തന്നെ കൃഷിയിടത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. അവിടെ തോട്ടങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിനാശം ഉൾപ്പെടെ തണ്ണീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് വനംവകുപ്പ് വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ എത്തി 2 ആഴ്ചക്കിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ വയനാട് മേഖലയിലേക്ക്, മാനന്തവാടിയിലേക്ക് എത്തിയത്. അവിടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആനയാണിപ്പോൾ ഇവിടുത്തെ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകൾ നിരവധി ദൗത്യങ്ങളിൽ കർഷകർക്ക് പേടി സ്വപ്നമായ ആനകളെ അവിടെ നിന്ന് മാറ്റുന്നതിൽ, പുനരധിവസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കോന്നി സുരേന്ദ്രനും വിക്രമും സൂര്യനും ഉൾപ്പെടുന്ന കുങ്കിയാന സംഘമാണ് ഇക്കുറിയും ഈ ദൗത്യം വിജയിപ്പിച്ചിരിക്കുന്നത്. മുത്തമങ്ങയിലെ വയനാട്ടിലെ RRT സംഘം, പ്രത്യേക പരിശീലനം ലഭിച്ച സംഘമാണ് ഈ ദൗത്യത്തിനും നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തണ്ണീർ എന്ന പേരുള്ള പൊതുവിൽ ശാന്തനായ ആന, പക്ഷേ നമ്മുടെ ജനവാസ മേഖലയിലേക്ക്, മാനന്തവാടിയിലേക്ക് എത്തിയ ആനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ബന്ദിപ്പൂരിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.